ഈ അടുത്ത ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് ക്രിക്കറ്റിലെ 2020 ലോകകപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് സഞ്ജു സാംസൻ്റെ വളരെ ഉജ്ജ്വലമായ ഇന്നിങ്സ്, ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നല്ലൊരു ഇന്നിങ്സ് അത് കളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സഞ്ജു സാംസനെ കുറിച്ച് പറയാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കുറേ പരാജയങ്ങളുണ്ടായിരുന്നു. ആ പരാജയപ്പെട്ടപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി. വളരെ കുറച്ച് ആളുകൾ മാത്രം അദ്ദേഹത്തിന് വിജയിക്കാനുള്ള കഴിവുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രം. എന്നാൽ ഭൂരിഭാഗവും വിശ്വസിച്ചിരുന്നത് ഇയാൾ ഇനിയും പരാജയപ്പെടുമെന്നാണ്. പക്ഷേ സഞ്ജുവിനറിയാം ഞാൻ വിജയിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്തത് ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത്. ഇവിടെ നമ്മൾ കാണുന്നത് വിജയികൾക്ക് ഒപ്പം സഞ്ചരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രെഡിറ്റ് എടുക്കാൻ ഒരുപാട് ആളുകൾ നമുക്കൊപ്പം കൂടും. എന്നാൽ പരാജയപ്പെട്ടാലോ നമ്മളെ കുറ്റപ്പെടുത്തി പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി തള്ളിയിടും. കാരണം അവർക്ക് വിജയികളുടെ ഒപ്പം മാത്രം നിൽക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ. പരാജയം അത് വരുമ്പോൾ അത് നമ്മുടെ മാത്രം തെറ്റാണ്. ഇത് നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ ബാധകമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നല്ല നിലയിലിരിക്കുമ്പോൾ എല്ലാവർക്കും നമ്മളെ വേണം. നമ്മളെ കൊണ്ട് ഉപകാരമുള്ളപ്പോൾ എല്ലാവർക്കും നമ്മളെ വേണം. നമുക്കൊരു മോശപ്പെട്ട അവസ്ഥ വരട്ടെ, ഇവരെല്ലാവരും നമ്മളെ എത്രത്തോളം ചവിട്ടി താഴ്ത്താൻ പറ്റുമോ അന്ന് എല്ലാവരും കൂടി നമ്മളെ ചവിട്ടി താഴ്ത്തും. നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ മാത്രമായിട്ട് നിലകൊള്ളും. നമ്മുടെ കൂടെയുള്ള കുടുംബാംഗങ്ങൾ പോലും നമ്മുടെ ഒപ്പം നിൽക്കില്ല. അവർ വരെ അതിന് ഒപ്പമുണ്ടാവും. നമ്മളെ താഴ്ത്താനായിട്ട് വളരെ നിസ്സഹായനായി ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതേണ്ടി വരും. അപ്പോൾ വിജയിക്കുന്നവരുടെ ഒപ്പം മാത്രം നിന്നിട്ട് കാര്യമില്ല. പരാജയപ്പെടുന്നവർക്കാണ് ആവശ്യം. അവരുടെ ഒപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. കാരണം അവരുടെ അകത്ത് വിജയിക്കാനുള്ള ആ ശേഷി ഒരിക്കലും നശിച്ചിട്ടില്ല. അവർ വിജയിക്കും. കുടുംബത്തിലെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വന്ന് താഴ്ന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും കൂടി അവരെ പിടിച്ച് താഴ്ത്താനല്ല, അവരെ മുകളിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും കൂടി ശ്രമിക്കണം. കാരണം അവർക്ക് വിജയിക്കാൻ കഴിയും. ആ പ്രതീക്ഷ അവരുടെ അകത്ത് നമ്മൾ നിറയ്ക്കണം. അല്ലാതെ ഒരിക്കലും അവരെ താഴ്ത്തരുത്.